കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യവുമായി KSTA ജില്ലാ സമ്മേളനം കൂറ്റനാട് നടന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ട് ന്യൂ ബസാറിൽ നിന്നും കൂറ്റനാട് ബസ് സ്റ്റാൻഡ് വരെ അധ്യാപകരുടെ ഉജ്ജ്വല പ്രകടനം നടന്നു. തുടർന്ന് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ സജ്ജീകരിച്ച സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K അജില അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറിമാരായ AK ബീന, MK നൌഷദ് അലി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ, സംസ്ഥാന നിർവാഹക സമിതി അംഗം K പ്രഭാകരൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ K പ്രസാദ്, L ഉമാ മഹേശ്വരി, M ഗീത എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ PP ഷാജു നന്ദിയും രേഖപ്പെടുത്തി. ഞായറാഴ്ച പൊതുചർച്ചാ മറുപടികൾ, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവയോടെ സമ്മേളനം സമാപിച്ചു. പക്ഷെ അപ്പോ ചില കാര്യമൊക്കെ നമുക്ക് അങ്ങനെ ഒരു സൗകര്യം, ഓർമ്മ ഇപ്പൊ സെലക്റ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോവിഡ് വന്നിട്ട് ഇന്ത്യയിൽ ഒരിടത്തും ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തപ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കി ഒറ്റ സംസ്ഥാനങ്ങളിലും കേരളം. പക്ഷെ അതിപ്പോ ഓർമ്മയില്ല എന്നാണ് ചിലർ പറയുന്നത്. സത്യം പറയാലോ, ആ കാര്യം എനിക്ക് ഓർമ്മയില്ല അല്ലെ. പക്ഷെ മറ്റത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. DA കുടിശ്ശിക എത്ര കിട്ടാൻ കൊടുക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ചട്ടം 300 അനുസരിച്ച് നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്, കുടിശ്ശിക കൊടുത്തു തീർക്കും. ഈ സർക്കാരിന് ഒരു പ്രത്യേകതയുണ്ട്, ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ഞെരുക്കമുണ്ട്, ആ ഞെരുക്കം അടിച്ചേൽപ്പിച്ച ഞെരുക്കാണ്. ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വം കൊണ്ടുണ്ടായതോ പാകപ്പിഴവുകൾ കൊണ്ടുണ്ടായതോ അല്ല, അടിച്ചേൽപ്പിച്ച ഞെരുക്കമാണ്. ആ കണക്കാണ് ഞാനിവിടെ പറഞ്ഞത്. കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ റെക്കോർഡ് വർധനവുണ്ടായ കാലമാണ് ഈ കാലം. കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ റെക്കോർഡ് വർധനവുണ്ടായിട്ടും എന്തുകൊണ്ട് കേരളം ഇങ്ങനെ ശ്വാസം മുട്ടുന്നു? ആ കാര്യമൊന്ന് നേരെ ചൊവ്വെ വളച്ചു കെട്ടാതെ മനുഷ്യന് മനസ്സിലാവുന്ന നിലയിൽ പറയാൻ ഈ മാധ്യമങ്ങൾ ഒന്നും തയ്യാറല്ല. നിർവാഹമില്ലാതെ ചില വാർത്ത ആരും അറിയരുതെന്ന് നിർബന്ധത്തിൽ കൊടുക്കുന്നുണ്ട്. അമ്മായി കുടിച്ചു പാൽക്കഞ്ഞി എന്ന് പറയുന്നത് പോലെ ഞങ്ങളും കൊടുത്തു വാർത്ത എന്ന് വരുത്താൻ കൊടുക്കുന്നത് അല്ലാതെ മനുഷ്യൻ മനസ്സിലാവുന്ന തരത്തിൽ കൊടുക്കുകയില്ലെങ്കിൽ കേരളത്തിന്റെ നികുതി വരുമാനം റെക്കോർഡ് വർധനവുണ്ടായിട്ടും റവന്യൂ ചെലവ് പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടും ധനക്കമ്മിയെല്ലാം കുറച്ചിട്ടും റവന്യൂ കമ്മി കുറച്ചിട്ടും എന്തുകൊണ്ട് കേരളം ഈ ഞെരുക്കം നേരിടുന്നു? ഒറ്റ കാരണമേ ഉള്ളൂ. രണ്ടാമതൊരു കാരണമില്ല, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം കേന്ദ്ര സർക്കാർ പകയോടെ പ്രതികാര ബുദ്ധിയോടുകൂടി കേരളത്തെ വേട്ടയാടുന്നതാണ്. അതാ പറഞ്ഞത്, 7 വർഷം കൊണ്ട് കേരളത്തിന് അർഹമായ തുക വെട്ടിക്കുറച്ചത് 1,07,500 കോടി രൂപ. ലക്ഷം കോടി. ഔദാര്യമല്ല, അവരോട് സഹായം ചോദിച്ചതല്ല, ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ടു പോകുന്ന നികുതിയുടെ വിഹിതം, പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്,
അതുപോലെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, ഇതെല്ലാം കേരളത്തിൽ നിന്ന് പിരിക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ നിന്ന് 1 രൂപ നികുതി പിരിച്ചാൽ കേരളത്തിന് തിരിച്ചു കിട്ടുന്നത് 24 പൈസ. യുപിയിൽ നിന്ന് 1 രൂപ നികുതി പിരിച്ചാൽ തിരിച്ചു കിട്ടുന്നത് 2 രൂപ 41 പൈസ. എന്ത് അനീതിയാണിത്? ഈ അനീതിയെ ചോദ്യം ചെയ്തിട്ടാണ് കേരളം സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. അന്ന് ഒപ്പം നിൽക്കാൻ പറഞ്ഞപ്പോ ഈ പ്രതിപക്ഷം, വഞ്ചകരും ഒറ്റുകാരുമായ കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിനൊപ്പമല്ല നിന്നത്, മോദിയുടെ സർക്കാരിനൊപ്പമാണ് നിന്നത്. സുപ്രീം കോടതി പറഞ്ഞു കേരളത്തിന്റെ കേസിൽ കഴമ്പുണ്ട്, അതുകൊണ്ട് വിശാല ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. അതിനുവേണ്ടി ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചു. കേരളത്തിന്റെ കേസ് കേരളത്തിന് മാത്രമല്ല, ഇതുപോലെ വിവേചനം നേരിടുന്ന മറ്റു സംസ്ഥാനങ്ങൾക്കും പ്രയോജനകരമായി മാറുമെന്നതാണ് സ്ഥിതി. തമിഴ്നാട് പറഞ്ഞു ഞങ്ങളും കേരളത്തിന്റെ കേസിനൊപ്പമുണ്ട്. കർണാടക പറഞ്ഞു കേരളത്തിന്റെ മാർഗം ഞങ്ങളും സ്വീകരിക്കുകയാണ്. അതും ബദലാണ്. ഈ കേന്ദ്രം ഞെരിക്കുമ്പോൾ, കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നട്ടല് വളയ്ക്കാതെ നിവർന്നു നിന്ന് പൊരുതുന്ന കേരള ബദലാണ് ആ പോരാട്ടത്തിൽ നമ്മൾ കാണുന്നത്, നിയമയുദ്ധത്തിൽ കാണുന്നത്. ഇതിനെയൊക്കെ നേരിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. 1,07,500 കോടി ഉണ്ടെങ്കിൽ പിന്നെ DA കുടിശ്ശിക വരുന്ന പ്രശ്നമുണ്ടോ? മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.